തിരുവചനം തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ശാലോം ടെലിവിഷനിലൂടെ തിരുവചനം ശ്രവിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളിന്ന് ധ്യാനിക്കുന്ന വചനഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യമാണ്. വരുവിൻ, നമുക്ക് രമ്യപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചെമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായിത്തീരും. രക്തവർണമെങ്കിലും കമ്പിളി പോലെ വെളുപ്പിക്കും. അനുസരിക്കാൻ സന്നദ്ധമെങ്കിൽ നീ ഐശ്വര്യം ആസ്വദിക്കും. അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ വാളിന് ഇരയായി തീരും. പ്രിയപ്പെട്ട ദൈവമക്കളെ, തപസ് കാലത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഈ നോയമ്പ് കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരുവാനും വന്നുപോയ പാപങ്ങൾ ഓർത്ത് അനുതപിക്കുവാനും പശ്ചാത്തപിക്കുവാനും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണിത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം കേട്ട തിരുവചന ഭാഗം ഇതാണ്: വരുവിൻ, നമുക്ക് രമ്യപ്പെടാം. അകന്നു പോകുന്ന മനുഷ്യനെയാണ് ദൈവം തിരിച്ചു വിളിക്കുന്നത്. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരെ കർത്താവ് തിരിച്ചു വിളിക്കുകയാണ്. വരുവിൻ, നമുക്ക് രമ്യപ്പെടാം. എന്തിനാണ് കർത്താവ് തിരിച്ചു വിളിക്കുന്നത്? അത് രമ്യപ്പെടാനാണ്, ബന്ധത്തിലായിരിക്കാനാണ്, സ്നേഹത്തിൽ വളരാനാണ്. എന്നാണ് മനുഷ്യൻ അകന്നു പോയത് എന്ന് നമുക്കറിയാം. അത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുകയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കി. അങ്ങനെ ഏദൻ തോട്ടത്തിലായിരുന്ന ആദിമാതാപിതാക്കള് ദൈവത്തോടൊപ്പം സഞ്ചരിക്കുന്നു, ദൈവത്തോടൊപ്പം ആയിരിക്കുന്നു. ദൈവവും മനുഷ്യനും ബന്ധത്തിൽ മുന്നോട്ട് പോകുന്ന ആ കാലം. അവർക്ക് ദൈവത്തെ കാണാം, ദൈവത്തിന് അവരെയും കാണാം. എന്നാൽ എപ്പോൾ മനുഷ്യൻ പാപം ചെയ്തോ അപ്പോൾ മുതൽ മനുഷ്യന് ദൈവത്തെ കാണാനും ദൈവത്തിന് മനുഷ്യനെ കാണാനുമുള്ള കണ്ണ് നഷ്ടപ്പെട്ടു പോകുന്നത് പോലെ നമുക്ക് ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞാൽ, ആദിമാതാപിതാക്കള് വിലക്കപ്പെട്ട കനി പറിച്ചു തിന്നതിനു ശേഷം അവർ മരത്തിന് മറവിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. മനുഷ്യനും ദൈവത്തിനും തമ്മിൽ ഇടയിൽ ഒരു മറവ് ഉണ്ടായിരിക്കുകയാണ്, ഒരു മരത്തിൻ്റെ മറവ്. ആ മരത്തിൻ്റെ മറവിൽ അവർ ഒളിച്ചിരിക്കുകയാണ്. ഈ മരമെന്ന് പറയുന്നത് പാപത്തിൻ്റെ പ്രതീകമാണ്. അതിൻ്റെ പിറകിലാണ് അവർ ഒളിച്ചിരിക്കുന്നത്. പാപം ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. പാപം ചെയ്യുന്നവന് ദൈവത്തെ കാണാൻ കഴിയുന്നില്ല. ദൈവത്തിനും മനുഷ്യനെ കാണാൻ പറ്റുന്നില്ല. കാരണം ബൈബിളിൽ നമ്മൾ വായിക്കുകയാണ്, പാപം ചെയ്യുന്ന മനുഷ്യനെ അന്വേഷിച്ച് ഇറങ്ങി വരുന്ന ദൈവം, ആദം നീ എവിടെയാണ്? മനുഷ്യ നീ എവിടെയാണ്? അതാണ് ദൈവത്തിൻ്റെ ചോദ്യം. ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യത്തെ ചോദ്യമാ, മനുഷ്യ നീ എവിടെയാണ്? എല്ലാം കാണുന്ന ദൈവം എന്തിയെ ഇങ്ങനെ ഒരു ചോദ്യം, ആദം നീ എവിടെയാണ് എന്ന്? എന്നും ദൈവത്തിന് ആദത്തെ കാണാമായിരുന്നല്ലോ, എന്നും ദൈവത്തിന് ഹവ്വായെ കാണാമായിരുന്നല്ലോ. വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്താൻ വന്നു എന്നാണ് വചനം പറയുന്നത്.
പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെ മനുഷ്യനോടൊപ്പം നടക്കാൻ ഇറങ്ങി വരുന്ന, ആലങ്കാരികമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ബൈബിൾ, എവിടെയാണ്? കാണുന്നില്ല. അന്വേഷിക്കുകയാണ് ദൈവം, അന്വേഷിച്ചലയുകയാണ് ദൈവം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ എന്തിൻ്റെ മറവിലാണ് ഒളിച്ചിരിക്കുന്നത്? ഏത് മരത്തിൻ്റെ മറവിലാണ്, ഏത് പാപത്തിൻ്റെ മറവിലാണ് നീ ഒളിച്ചിരിക്കുന്നത്? അവിടുന്ന് തിരിച്ചു വരികയാണ് ചെയ്യേണ്ടത്. ആദി മാതാപിതാക്കൾക്ക് പറുദീസ നഷ്ടപ്പെടാൻ കാരണം അവര് പാപം ചെയ്തതുകൊണ്ട് മാത്രമല്ല, പാപം ചെയ്തതുകൊണ്ടല്ല അവർക്ക് പറുദീസ നഷ്ടപ്പെട്ടത്. പിന്നെ എന്തുകൊണ്ടാണ് അവർക്ക് പറുദീസ നഷ്ടപ്പെട്ടത്? പാപം ചെയ്യുന്ന മനുഷ്യന്റെ അരികിലേക്ക് ദൈവം ഇറങ്ങി വന്നു, കാണാതെ അന്വേഷിച്ചലയുന്നു. നീ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് ഉദ്ദേശിക്കുന്ന ചില ഉത്തരം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ, കാണാതെ പോയ മനുഷ്യനോട്, മരത്തിൻ്റെ മറവിൽ ഒളിച്ചിരിക്കുന്നവനോട് ദൈവം ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്. ഈ ഒളിച്ചിരിക്കാനുള്ള കാരണം എന്താണെന്ന് ദൈവം മനസ്സിലാക്കിയിട്ട് ചോദിക്കുകയാണ്. തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ മരത്തിൻ്റെ പഴം നീ തിന്നോ? അതാണ് ദൈവത്തിൻ്റെ ചോദ്യം. ചെയ്യരുത് എന്ന് പറഞ്ഞത്, ഞാൻ പറഞ്ഞത് നീ ചെയ്തോ? പാപം ചെയ്യരുത്, തിന്മ ചെയ്യരുത്, വിലക്കപ്പെട്ട കനി പറിച്ച് തിന്നരുത്, ദൈവത്തിൻ്റെ വാക്ക് ധിക്കരിക്കരുത്. അപ്പൊ ദൈവം പറഞ്ഞത് നാം ചെയ്യാതിരിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്താ ദൈവത്തിൻ്റെ ചോദ്യം? എല്ലാം അറിയാവുന്നവനല്ലേ ദൈവം? എന്നിട്ട് എന്തിയെ ഈ ചോദ്യം? തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ മരത്തിൻ്റെ പഴം തിന്നോ എന്ന് ദൈവം ചോദിക്കുന്നത്? ദൈവത്തിനറിയാമല്ലോ അവരാ പഴം പറിച്ചുവെന്നും തിന്നുവെന്നും ഒക്കെ. പിന്നെ എന്തിയെ ഈ ചോദ്യം? എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഒരു മറുപടി ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. എനിക്കും എൻ്റെ ഭാര്യയ്ക്കും തെറ്റുപറ്റിപ്പോയി എന്ന് ആദം പറയണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അനുതാപ ഹൃദയത്തോടെ, തെറ്റുപറ്റി കർത്താവേ എനിക്ക് മാപ്പ് തരണമേ എന്ന ചിന്തയോടെ, അങ്ങനെ ഒരു മനോഭാവത്തോടെ ആദം പറയുകയാണ്, എനിക്ക് തെറ്റുപറ്റി, എന്നോട് പൊറുക്കണമേ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ദൈവം ഒരു വഴി തുറന്നേനെ. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് തെറ്റുപറ്റിയിട്ട് അത് സമ്മതിക്കാത്തതാണ്. നമുക്ക് പലതും നഷ്ടപ്പെടാനായിട്ട് കാരണം, പല അനുഗ്രഹവും നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ കാരണം ദൈവത്തിൻ്റെ കൽപ്പന ധിക്കരിക്കുന്നത് കൊണ്ടാണ്, ദൈവത്തിൻ്റെ വചനം ധിക്കരിക്കുന്നത് കൊണ്ടാണ്. ആദിമാതാപിതാക്കളുടെ സന്തോഷവും സമാധാനവും നഷ്ടപ്പെടാൻ കാരണം അവർ തന്നെയാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൻ്റെ 15-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കും: എൻ്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണെന്ന് പറയരുത്. എൻ്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണെന്ന് പറയരുത്. ആദം പറഞ്ഞതെന്താ? അങ്ങനെക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ പഴം തന്നു, ഞാനത് തിന്നു. ആരാ കുഴപ്പം? സ്ത്രീയാണ് കുഴപ്പം എന്ന് ആദം കുറ്റപ്പെടുത്തുമ്പോൾ ഈ സ്ത്രീയെ സൃഷ്ടിച്ചതാരാണ്? ദൈവമാണ്. അപ്പം ആദം വിരൽ ചൂണ്ടുന്നത് ദൈവത്തിലേക്കാണ്. പ്രിയ മകനെ, മകളെ, നമുക്കെന്തു വലിയ വീഴ്ചയുണ്ടായാലും ദൈവം നമ്മോട് കരുണ കാണിക്കാനായിട്ട് തയ്യാറാണ്. പക്ഷെ ദൈവം കരുണ കാണിക്കണമെങ്കിൽ നാം അനുതപിക്കണം. പ്രഭാഷകന്റെ പുസ്തകത്തിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 12 നമ്മളിങ്ങനെ വായിക്കും: അവിടുന്നാണ് എന്നെ വഴിതെറ്റിച്ചത് എന്ന് നീ പറയരുത്, അവിടുത്തേക്ക് പാപിയെ ആവശ്യമില്ല. പാപിയെ ദൈവത്തിന് വേണ്ടെന്ന്.
അപ്പം നമുക്കൊരു ചോദ്യം ഉണ്ടാകാവുന്നതാണ്, പാപിയെ രക്ഷിക്കാനാണല്ലോ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്. ഞാൻ നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ പാപിയെ ദൈവത്തിന് വേണ്ട എന്ന് ഈ ബൈബിൾ പറഞ്ഞു വച്ചിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? പാപിയെ ദൈവത്തിന് ആവശ്യമില്ലെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, അവന് സ്വാതന്ത്ര്യം നൽകി. ഒരു വ്യക്തി പാപത്തിൽ തുടരുന്നിടത്തോളം കാലം ആ വ്യക്തിയുടെ മേൽ ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റുകയില്ല. അവൻ വിശുദ്ധിയിൽ ജീവിക്കണോ പാപത്തിൽ ജീവിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് അവൻ തന്നെയാണ്. പൗലോസ്ലീഹ പറയുന്നുണ്ട്, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നത് അത് പാപത്തിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യമല്ല. അങ്ങനെയാണെങ്കിൽ ഏത് പാപിയാണ്? ശരിക്കും നമ്മൾ വായിച്ചു കഴിയുമ്പോൾ രണ്ട് തരത്തിലുള്ള പാപികളെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഒന്ന് കൊടും പാപികളാണ്, മറ്റൊരു പാപിയുണ്ട്. അത് ഏത് പാപിയാണ്? അത് ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 15-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കും, അനുതപിക്കുന്ന പാപിയെ നോക്കി സ്വർഗം സന്തോഷിക്കുന്നു. അപ്പം അനുതപിക്കുന്ന പാപിയെ നോക്കിയാണ് സ്വർഗം സന്തോഷിക്കുന്നത്. വെറും പാപിയെ നോക്കി സ്വർഗം സന്തോഷിക്കുന്നില്ല. പാപത്തിൽ തുടരുന്ന വ്യക്തിയെ നോക്കി സ്വർഗം സന്തോഷിക്കുന്നില്ല. ദൈവത്തെ വേണ്ട എന്ന് പറയുന്ന മനുഷ്യനെ നോക്കി സ്വർഗം സന്തോഷിക്കുന്നില്ല. സ്വർഗം സന്തോഷിക്കുന്നത് ആരെ നോക്കിയാണ്? അനുതപിക്കുന്ന പാപിയെ നോക്കിയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, വില്ലനോവയിലെ വിശുദ്ധ തോമസ് ഇപ്രകാരം പറഞ്ഞു വച്ചിരിക്കുകയാണ്, പാപികളെ, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ വെറുക്കുന്നിടത്തോളം കാലം, പാപികളെ, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ വെറുക്കുന്നിടത്തോളം കാലം നിങ്ങൾ എന്തിന് ഭയപ്പെടണം? പാപത്തെ വെറുക്കാൻ തയ്യാറാണെങ്കിൽ നാം ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളെ ശിക്ഷയ്ക്ക് വിധിക്കാതിരിക്കാൻ നിങ്ങൾക്കായി മരണം വരിച്ച അവിടുന്ന് എങ്ങനെ നിങ്ങളെ കുറ്റം വിധിക്കും? പാപത്തെ ഓർത്ത് അനുതപിക്കാൻ ആര് തയ്യാറായാലും ദൈവം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഇതാ ഞാൻ ഹൃദയ കവാടത്തിങ്കൽ വന്ന് മുട്ടുന്നു. എല്ലാം ചെയ്യാൻ കഴിവുള്ള ദൈവത്തിന് ഒരു കാര്യം ചെയ്യാൻ പറ്റിയല്ല പ്രിയരെ, നമ്മുടെ ഹൃദയത്തിൽ ഇടിച്ചു കയറാൻ പറ്റിയല്ല. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്കും ദൈവം ഇടിച്ച് കയറുന്നില്ല. അത്രമാത്രം ദൈവം നമ്മളെ മാനിക്കുന്നു. അത്രമാത്രം ഒരു സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ദൈവം നമ്മുടെ ഹൃദയ കവാടത്തിങ്കൽ വന്ന് മുട്ടുകയാണ്. വെളിപാട് 3:20, ഇതാ ഞാൻ ഹൃദയ കവാടത്തിങ്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ ഹൃദയത്തിലേക്ക് വരാം. ഹൃദയം തുറന്നു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് വരും. ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് വരും. വിശുദ്ധ ആഗസ്തീനോസ് ഇങ്ങനെ പറഞ്ഞു, നിന്നെ കൂടാതെ, നിന്നെ സൃഷ്ടിച്ച കർത്താവിന് നിന്നെ കൂടാതെ രക്ഷിക്കുക സാധ്യമല്ല. ഇപ്പം ദൈവം എന്നെ രക്ഷിക്കുന്നില്ല, ദൈവം എന്നോട് കരുണ കാണിക്കുന്നില്ല, ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല, ദൈവം എന്നിൽ ഇടപെടുന്നില്ല എന്ന് ആർക്കും പറയാൻ അവകാശമില്ല പ്രിയരെ. കാരണം ദൈവം എല്ലാവരുടെയും ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ ഇടപെടാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൻ്റെ 15-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്, 20-ാം വാക്യത്തിൽ 15-20, പാപം ചെയ്യാൻ അവിടുന്ന് ആരോടും കൽപ്പിച്ചിട്ടില്ല, ആർക്കും അനുവാദം കൊടുത്തിട്ടുമില്ല. പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവസ്നേഹത്തിനും സഹോദര സ്നേഹത്തിനും എതിരായ സകല പ്രവൃത്തിയും പാപമാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്തിന് വിപരീതമായി നാം ചെയ്യുന്ന മുഴുവനും കാര്യവും പാപമാണ് എന്ന് അർത്ഥം. ഇപ്പം ദൈവത്തിൻ്റെ വാക്കനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്. അങ്ങനെ ജീവിക്കുന്നത് വഴിയാണ് നാം അനുഗ്രഹിക്കപ്പെടുന്നത്. കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ കടന്നു വരുന്നത് അങ്ങനെയാണ്.
നമ്മുടെ ചെറിയ കാര്യം പോലും ദൈവത്തിനറിയാം. ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ ധ്യാനത്തിൻ്റെ അവസരത്തിൽ ഒരമ്മച്ചി സംസാരിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. രോഗശാന്തി പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ സൗഖ്യം കിട്ടിയ കുറച്ചു പേരെ ഞാൻ സ്റ്റേജിലേക്ക് വിളിച്ചപ്പോൾ ഈ അമ്മച്ചി വന്നിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്: 15 വർഷമായി എനിക്ക് ചെവി കേൾക്കാൻ പറ്റില്ലായിരുന്നു. വളരെ ശബ്ദത്തിൽ പറഞ്ഞാൽ എന്തൊക്കെയോ അവ്യക്തമായിട്ട് കേൾക്കാം. ഞാൻ പല മരുന്നുകൾ കഴിച്ചു, പല ഡോക്ടേഴ്സിനെയും കണ്ടു, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ ധ്യാനമന്ദിരത്തിൽ വന്ന് ചെവി തുറക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടേയില്ല. പക്ഷേ ഈ ശുശ്രൂഷയുടെ അവസരത്തിൽ ഈ സ്റ്റേജിൽ നിന്ന് പറയുന്ന മുഴുവനും കാര്യവും, എൻ്റെ അടുത്ത് നിൽക്കുന്നവർ പറയുന്ന കാര്യങ്ങളും വളരെ വ്യക്തമായി എനിക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നു. തമ്പുരാൻ്റെ സന്നിധിയിൽ മടങ്ങി വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തൻ്റെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ പറഞ്ഞിട്ടില്ല. തൻ്റെ ചെവിക്ക് പ്രശ്നമുണ്ട്, കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് അവൾ പറഞ്ഞിട്ടില്ല. എന്നിട്ടും കർത്താവ് ആ വ്യക്തിയുടെ ആവശ്യം മനസ്സിലാക്കി സുഖപ്പെടുത്തുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് നമ്മോട് പറയുന്ന കാര്യം ഇതാണ്: വരുവിൻ, നമുക്ക് രമ്യപ്പെടാം. നിന്റെ പാപങ്ങൾ കടും ചെമപ്പാണെങ്കിലും ഞാനത് മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കി തീർക്കും. രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുപ്പിക്കും. അനുസരിക്കാൻ സന്നദ്ധമെങ്കിൽ ഐശ്വര്യം ആസ്വദിക്കും. അനുസരിക്കാൻ സന്നദ്ധമെങ്കിൽ നീ ഐശ്വര്യം ആസ്വദിക്കും. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ കൂടെയുള്ള അവസ്ഥ എന്നാണ് അർത്ഥം. നീ ഐശ്വര്യം ആസ്വദിക്കും. ആദിമാതാപിതാക്കൾക്ക് ദൈവത്തെ സ്വന്തമാക്കാനും ദൈവത്തിൻ്റെ കൂടെ ഇരിക്കാനും പറ്റാത്ത അവസ്ഥ അവരുടെ പാപമാണെങ്കിൽ, നഷ്ടപ്പെട്ടു പോയ പറുദീസ തിരിച്ചു തരാനായിട്ട് കടന്നു വന്ന കർത്താവിനെ കുറിച്ച് പൗലോസ്ലീഹ പറഞ്ഞു വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൽ, അവൻ മരണം വരെ അനുസരണയുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി, ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്: ആദിമാതാപിതാക്കൾ അനുസരണക്കേട് കാണിച്ച് പറുദീസ നഷ്ടപ്പെടുത്തിയെങ്കിൽ, ആ നഷ്ടപ്പെട്ടു പോയ പറുദീസ, നഷ്ടപ്പെട്ടു പോയ ദൈവസാന്നിധ്യം തിരിച്ചു കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന നാം ചെയ്യേണ്ട കാര്യം ഒന്ന് മാത്രമാണ്. എന്താണ്? ദൈവത്തെ അനുസരിക്കുക. രണ്ടാമത്തെ ഹവ്വായായ പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ ദൂതൻ സംസാരിക്കുന്ന അവസരത്തിൽ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തിന് തന്നെ തന്നെ വിട്ടുകൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, പാപത്തിൽ ഒരു വ്യക്തി തുടർന്നാൽ അവൻ നിശേഷം നശിച്ചു പോകും എന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. ബൈബിളിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 28-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുകയാണ്: എന്നാൽ കലഹപ്രിയരും പാപികളും ഒന്നടങ്കം നശിച്ചു പോകും. പാപികൾ നശിച്ചു പോകും എന്നാണ് വചനം പറയുന്നത്. കലഹപ്രിയരും പാപികളും ഒന്നടങ്കം നശിച്ചു പോകും. അതായത് അനുതപിക്കാത്ത പാപികൾ നശിച്ചു പോകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഏത് മതത്തിൽപ്പെട്ട വ്യക്തികളാണെങ്കിലും നമ്മുടെ മനസാക്ഷി നമ്മളെ കുറ്റപ്പെടുത്തുന്നുവെങ്കിൽ, നീ ചെയ്തത് ശരിയല്ല എന്ന് മനസാക്ഷി പറയുന്നുവെങ്കിൽ അത് ചെയ്യരുത്. അത് ചെയ്യരുത്. എല്ലാ മനുഷ്യരുടെ ഉള്ളിലും നിയമം ദൈവം ആലേഖനം ചെയ്തിരിക്കുകയാണ്. അതിന് മതമൊന്നുമില്ല. അന്യൻ്റെ ഭാര്യയെ ആഗ്രഹിക്കരുതെന്ന് ആർക്കും അറിയാൻ പാടില്ലാത്തത്? എൻ്റെ ഭർത്താവ് വേറെ ആരുടെയും കൂടത്തിൽ പോകരുതെന്നല്ലേ എല്ലാ ഭാര്യമാരും ആഗ്രഹിക്കുന്നത്?
എൻ്റെ ഭർത്താവ് മദ്യപിച്ച് കുടുംബത്തിൽ വന്ന് ബഹളമുണ്ടാക്കരുതെന്നല്ലേ എല്ലാ മതസ്ഥരും ആഗ്രഹിക്കുന്നത്? കുടുംബത്തിൽ കലഹമുണ്ടാകരുതെന്നല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത്? സമാധാനത്തോടെ ജീവിക്കണമെന്നല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത്? അധ്വാനിച്ചുണ്ടാക്കുന്ന പണം വെറുതെ നശിപ്പിച്ച് കളയരുതെന്നല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത്? അപ്പം കാറ്റക്കിസം ക്ലാസ്സിൽ പോയി വേദപാഠം പഠിച്ചിട്ടില്ലെങ്കിലും, കാറ്റക്കിസം പഠിച്ചിട്ടില്ലെങ്കിലും, ക്ലാസ്സിൽ പോയിട്ടില്ലെങ്കിലും, എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും ദൈവം വസിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം അവരുടെ ഉള്ളിലുണ്ട്. കാരണം ദൈവത്തിൻ്റെ വചനത്താലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ദൈവവചനം ഉള്ളിൽ ഇങ്ങനെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളത് ചെയ്യരുത്, അത് ചെയ്യണം, ഇത് ചെയ്യരുത് എന്ന് നമ്മുടെ മനസാക്ഷി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പൗലോസ് പറയുന്നുണ്ട്, നിന്റെ മനസാക്ഷി നിന്നെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ നീ നീതീകരിക്കപ്പെട്ടുവെന്ന്. അതുകൊണ്ട് നമ്മൾ അനുദപിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ ഒഴുകി വരിക തന്നെ ചെയ്യും. വിശുദ്ധ കുച്ചറേസ്യ പറയുന്നത് ഇപ്രകാരമാണ്. വിശുദ്ധ കുച്ചറേസ്യയുടെ വാക്കുകൾ ഇപ്രകാരം നമുക്ക് കാണാനായിട്ട് പറ്റും. വിശുദ്ധ കുച്ചറേസ്യ പറയുകയാണ്, മനുഷ്യർക്ക് ചെയ്യാൻ പാടുള്ള സകല പാപങ്ങളും എൻ്റെ മനസാക്ഷിയിൽ ഉണ്ടായിരുന്നാൽ തന്നെയും അനുതാപത്താൽ തകർന്ന ഹൃദയത്തോടെ ഈശോയുടെ കരവലയത്തിലേക്ക് ഞാൻ പതിക്കും. അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, വരുവിൻ നമുക്ക് രമ്യപ്പെടാം. നിൻ്റെ പാപങ്ങൾ കടിഞ്ചുമപ്പാണെങ്കിലും ഞാനത് മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കി തീർക്കും. രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുപ്പിക്കും. അനുസരിക്കാൻ സന്നദ്ധമെങ്കിൽ നീ ഐശ്വര്യം ആസ്വദിക്കും. അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ വാളിനിരയായിത്തീരും. പാപം ഉപേക്ഷിക്കുന്ന നിമിഷം മുതൽ നാം കൃപയിൽ വളരും. പാപം ഉപേക്ഷിക്കുന്ന സമയം മുതൽ ജീവിതത്തിൽ എന്നും വിജയമായിരിക്കും. പാപം ഉപേക്ഷിക്കുന്ന വ്യക്തി എപ്പോഴും സന്തോഷിക്കും. പാപം ഉപേക്ഷിക്കാൻ തയ്യാറായാൽ നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, തലമുറ അനുഗ്രഹിക്കപ്പെടും. അതിനാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ആദി മാതാപിതാക്കൾക്ക് പറുദീസ നഷ്ടപ്പെടാനായിട്ട് കാരണം വിലക്കപ്പെട്ട കനി പറിച്ചു തിന്നതുകൊണ്ട് മാത്രമല്ല, അവർ ചെയ്തു പോയ പാപത്തെ ഓർത്ത് അനുദപിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ദൈവത്തിന് പാപിയെ ആവശ്യമില്ല. അനുദപിക്കുന്ന പാപിയുടെ മേലെ ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ദൈവം ചെയ്യുന്നത് അനുദപിക്കുന്ന പാപിയുടെ മേലാണ്. അപ്പോഴതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഹൃദയ കവാടത്തെങ്കിൽ വന്ന് മുട്ടുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. അങ്ങനെ നമ്മളും നമ്മുടെ കുടുംബവും തലമുറയും അനുഗ്രഹിക്കപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ദൈവവചനമനുസരിച്ച് കൃപയിലും വിശുദ്ധിയിലും ജീവിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. അനുദപിക്കുന്ന പാപിയെ നോക്കി സ്വർഗം സന്തോഷിക്കുന്നു. പാപിയെ ദൈവത്തിന് ആവശ്യമില്ല എന്ന് അവിടുന്ന് പറഞ്ഞു. അനുദപിക്കുന്ന പാപിയുടെ മേലാണ് അവിടുന്ന് അനുഗ്രഹം വർഷിക്കുന്നത്. അനുദപിക്കാത്ത പാപി നരകം സ്വന്തമാക്കുകയാണ്. അതുകൊണ്ട് കൊടും പാപം ചെയ്തവരാണ് ഞങ്ങളെങ്കിലും എല്ലാ പാപങ്ങളെയും ഓർത്ത് അനുദപിക്കാനും പശ്ചാത്തപിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. അങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കാൻ ഇടയാക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.